ഹലോ, എല്ലാവരോടായിട്ടൊരു കാര്യം പറയാണ്. നമ്മൾ തുണികളൊക്കെ പുറത്ത് കഴുകിയിട്ടിട്ട് അത് എടുക്കാനായിട്ട് ഒരു ദിവസം 2 ദിവസമൊക്കെ വൈകുന്നു വരും. അപ്പം നമ്മളത് എടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് നല്ല പോലെ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കി 2 ദിവസമൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആരെങ്കിലുമൊക്കെ കയറിയിരിക്കുന്നത് അറിയില്ല. ഇഴജന്തുക്കളാണ്. ആ തണുപ്പൊക്കെ ഉള്ളിടത്ത് വന്നിരിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അടുത്തുണ്ടായൊരു സംഭവമാണ്. അപ്പോൾ വല്ലാത്ത വിഷമം തോന്നി, മനസ്സിന് പ്രയാസം ഉണ്ടാക്കി അത്. അപ്പം നമ്മുടെ ഒരു നേരത്തെ ശ്രദ്ധ കുറവ് കൊണ്ടുണ്ടാവുന്ന ഓരോ വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നേക്കും ഒരു വിഷമത്തിനും സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ തുണികളൊക്കെ കെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെന്നിരിക്കും. അത് നമ്മൾ അങ്ങനെ വാരി ബെഡ്റൂമിൽ കൊണ്ടുവിടും. എന്നിട്ട് അത് അവിടെ നിന്ന് എടുത്ത് മടക്കി വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണില്ല. ഒരു തേളായിരുന്നു അതിൻ്റെ ഉള്ളിലിരുന്ന്, കറുത്തൊരു തേൾ. അത് കുട്ടിയുടെ ഷർട്ടിൻ്റെ ഉള്ളിലായിരുന്നു. കുട്ടി ഷർട്ട് എടുത്തിട്ടു, ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഷർട്ട് എടുത്തിട്ടോടി കുട്ടിയുടെ കയ്യിൻ്റെ ഓരത്തിൽ അത് ഊച്ചി. ഇപ്പം തേളിനൊക്കെ ഭയങ്കര വിഷമുള്ള സമയമാണ്. ഇഴജന്തുക്കൾക്ക് നമ്മുടെ കഷ്ടകാലത്ത് എപ്പോഴാണ് ഓരോന്ന് വരാമെന്നറിയില്ല. അപ്പോൾ അത് കുട്ടീനെ ഊച്ചി. അപ്പം തന്നെ കുട്ടിക്ക് അലർജി പോലെയായി, ശ്വാസം മുട്ട് വന്നു, ബുദ്ധിമുട്ടായി. പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും എല്ലാവരും വിഷമിക്കേണ്ടി വന്നു. കുട്ടി അനുഭവിച്ച വേദനകൾ വേറെ. ഒരു നേരത്തെ ശ്രദ്ധ കുറവുകൊണ്ടുണ്ടായ ഒരു കാര്യമാണ്. അപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, തുണികളൊക്കെ നമ്മൾ കഴുകിയിട്ട് കഴിഞ്ഞാൽ അത് മടക്കി കൊണ്ടുപോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചുളിഞ്ഞാലും നമുക്ക് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് മടക്കി കൊണ്ടുപോകുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം എവിടെയെങ്കിലും കൊണ്ടിട്ട് വൃത്തിയാക്കി, സമയമില്ലെങ്കിലും അത് നോക്കിയതിന് ശേഷം നമ്മൾ മറ്റുള്ള പണികൾക്ക് ഏർപ്പെടാം. ഇത്തിരി നേരത്തെ ശ്രദ്ധ കുറവുകൊണ്ട് ആ കുട്ടി എന്തോരം വിഷമിച്ചു, വേദന അനുഭവിച്ചു. നമ്മുടെ വീട്ടിലുള്ളവരെന്തോരം വിഷമിച്ചു, നാട്ടിലുള്ളവരും വിഷമിച്ചു. ആ കുട്ടിക്ക് ഇനിയൊന്നും വരല്ലേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു ഒരുപാട് ആൾക്കാർ. ഇപ്പോൾ ആ കുട്ടി സമാധാന രൂപത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. തുണികളൊക്കെ പുറത്തിടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കയറിയിരിക്കുന്നുണ്ടോ എന്നുള്ളത് എല്ലാവരുടെ അറിവിലേക്കായി പറയുകയാണ് കേട്ടോ. ഹരേ കൃഷ്ണ.